നമസ്കാരം, എല്ലാവർക്കും മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ഫാദർ തൻ്റെ മകൾക്ക് എഴുതുന്ന, അല്ലെങ്കിൽ ഒരു അച്ഛൻ തൻ്റെ മകൾക്ക് എഴുതുന്ന ഒരു കത്താണ്. രണ്ടുപേര് രണ്ടിടത്താണ്. ആരാണ് കഥാപാത്രങ്ങളെന്ന് ചോദിച്ചാൽ, ഒന്ന് ജവഹർലാൽ നെഹ്റുവും ഒന്ന് തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിയുമാണ്. അപ്പോൾ എന്താണ് നമുക്കതിൻ്റെ ആ ഒരു ഉള്ളടക്കത്തിലേക്ക് പോകാം എന്താണെന്നുള്ളത്. അപ്പോൾ നോക്കാം. Letters from a father to his daughter is a collection of letters written by Jawaharlal Nehru to his 12-year-old daughter Indira in the summer of 1928. ഇപ്പോൾ 1928 കാലങ്ങളിൽ തൻ്റെ മകൾക്ക് അയക്കുന്ന 12 വയസ്സുകാരി മകൾക്ക് ഇന്ദിരാഗാന്ധിക്ക് അച്ഛനായ ജവഹർലാൽ നെഹ്റു അയക്കുന്ന കത്തുകളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അറ്റ് ദാറ്റ് ടൈം നെഹ്റു വാസ് ഇൻ അലഹബാദ് ആൻഡ് ഇന്ദിര വാസ് ഇൻ മസൂറി. നെഹ്റു യൂസ്ഡ് ടു റൈറ്റ് ലെറ്റേഴ്സ് ഫ്രം ടൈം ടു ഇന്ദിര. ദ ബുക്ക് ഓഫ് നാച്ചർ ഈസ് വൺ ഓഫ് ദി ലെറ്റേഴ്സ്. അപ്പോൾ ആ സമയത്ത് 1928 കാലങ്ങളിൽ നെഹ്റു അലഹബാദിലും മകളായ ഇന്ദിര എവിടെയായിരുന്നു? മസൂറിയിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മകൾക്ക് ഒരുപാട് ലെറ്റേഴ്സ് അല്ലെങ്കിൽ കത്തുകൾ ആരെഴുതുമായിരുന്നു? ജവഹർലാൽ നെഹ്റു എഴുതുമായിരുന്നു. ദി ബുക്ക് ഓഫ് നാച്ചർ ഈസ് വൺ ഓഫ് ദോസ് ലെറ്റേഴ്സ്. അപ്പോൾ എന്താണ്? അതിലൊരു ലെറ്റേഴ്സാണ്, അല്ലെങ്കിൽ അതിലൊരു ലെറ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ദി ബുക്ക് ഓഫ് നാച്ചർ എന്ന് പറയുന്ന പാഠഭാഗം. അപ്പോൾ എന്താണ്? പ്രകൃതിയുടെ പുസ്തകം. അപ്പോൾ നോക്കാം. When you and I together, you often ask me questions about many things and I try to answer them. Now that you are at Missouri and I am in Allahabad, we cannot have these talks. I am therefore going to write you from time to time a short accounts of the story of our earth. അങ്ങനെ എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ്? ഞാൻ നീ ഒരുമിച്ചുണ്ടായിരിക്കുന്ന സമയത്തെല്ലാം മിക്കവാറും പല കാര്യങ്ങളെക്കുറിച്ചും എന്നോട് നീ ചോദിക്കാറുണ്ട്. അവയ്ക്കെല്ലാം ഉത്തരം നൽകാനും ഞാൻ ശ്രമിക്കാറുണ്ട്, അല്ലേ? പിന്നെന്താണ്? ഇപ്പോൾ നീ മസൂറിയിലും ഞാൻ അലഹബാദിലുമായിരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ഭൂമിയുടെ കഥയെക്കുറിച്ചുള്ള ചെറിയ വിവരണങ്ങൾ ഇടയ്ക്കിടെ നിനക്ക് ഞാൻ എഴുതാൻ പോവുകയാണ്. രണ്ടാമത് പറയുന്നത് എന്താണ് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ഇപ്പോൾ രണ്ടുപേര് രണ്ടിടത്താണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നേരിട്ടുള്ള സംഭാഷണങ്ങൾ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഈ ഭൂമിയെക്കുറിച്ചുള്ള ചെറിയ വിവരണങ്ങൾ ഈ കത്തിലൂടെ നിന്നെ അറിയിക്കാൻ പോവുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? സെക്കൻഡ് പാര നോക്കാം. ഐ ആം അഫ്രൈഡ് ഐ ക്യാൻ ഓൺലി ടെൽ യു വെരി ലിറ്റിൽ ദീസ് ലെറ്റേഴ്സ് ഓഫ് മൈൻ, ബട്ട് ദാറ്റ് ലിറ്റിൽ ഐ ഹോപ്പ് വിൽ ഇൻട്രസ്റ്റ് യു ആൻഡ് മേക്ക് യു തിങ്ക് ഓഫ് ദി വേർഡ്സ് ആസ് എ ഹോൾ ആൻഡ് ഓഫ് ദി പീപ്പിൾ in it as our brothers and sisters. When you grow up, you will read about the story of the earth and her peoples in the fat books. You will find it more interesting than any other story or novel that you may have read. Second paragraph എന്താണ് പറയുന്നത്? കത്തുകളിലൂടെ വളരെ കുറച്ച് കാര്യങ്ങളെ എനിക്ക് നിന്നോട് പറഞ്ഞു തരാൻ കഴിയുകയുള്ളൂ, അല്ലേ? ഇപ്പോൾ കത്തിലെന്താണ്? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വലിച്ചു നീട്ടി എഴുതാൻ പറ്റുമോ? ഇല്ല. വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് അറിയിക്കാൻ കഴിയുള്ളൂ. എന്നിരുന്നാലും അത് നിന്നെ താല്പര്യമുണർത്തുന്ന വലിയ വലിയ ലോകത്തെക്കുറിച്ചും ഇവിടെ നമ്മുടെ സഹോദരന്മാരായി ജീവിക്കുന്ന മറ്റു മനുഷ്യരെക്കുറിച്ചും ചിന്തിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിലിപ്പോൾ ഞാൻ എഴുതാൻ പോകുന്ന കാര്യങ്ങൾ ഈ ഭൂമിയെക്കുറിച്ചാണ്, അല്ലേ? അപ്പോൾ ആ ഭൂമിയിലെ ഓരോ ആൾക്കാരെയും കുറിച്ചും നീ അറിയാൻ പോവുകയാണ്. അപ്പോൾ അവരെല്ലാവരും നിന്റെ ആരായി മാറാൻ പോവുകയാണ്? ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അല്ലേ? സഹോദരന്മാരായി മാറാൻ പോവുകയാണ്. നീ വലുതാകുമ്പോൾ ഈ ഭൂമിയുടെ കഥയെക്കുറിച്ചും ഇവിടെ വസിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ചും തൻ്റെ വലിയ പുസ്തകത്തിലൂടെ വായിച്ച് അറിയും. നീ വായിച്ച കഥകളേക്കാൾ നോവലുകളേക്കാൾ ഒക്കെ രസകരമാണതെന്ന് അപ്പോൾ നിനക്ക് മനസ്സിലാകും. പുസ്തകങ്ങളിൽ നിന്ന് നിനക്ക് ചരിത്രം വായിക്കാം, എന്നാൽ ചരിത്രം വായിക്കാം,
എന്നാൽ മനുഷ്യർ ഓക്കെ you will find it more interesting than any other story or novel that you may ever read. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതിലുള്ള ആൾക്കാരെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും എന്താണ് ഭൂമിയുടെ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നീ എന്താണ് ഫയർ ബുക്സിലൂടെ അല്ലെങ്കിൽ വലിയ പുസ്തകങ്ങളിലൂടെയൊക്കെ നീ മനസ്സിലാക്കും. അന്ന് നിനക്ക് മനസ്സിലാവും നീ വായിച്ചിട്ടുള്ള നോവലുകളും കഥകളും എല്ലാം എന്താണ് ഒന്നും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല, ഇത് തന്നെയാണ് ഇൻട്രസ്റ്റിംഗ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലാകും. പിന്നെന്താ പറയുന്നത് നോക്കാം. But in all times when men did not exist, surely no books could have been written. How then can we find out what happened then? അല്ലേ, അപ്പം എന്താണ്, മനുഷ്യരാശിക്ക് മുമ്പ് അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഭൂമി നിലനിന്നിരുന്നു. അപ്പം അന്ന് ഭൂമിയിൽ നടന്നിരുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിനക്കറിയാമോ? അല്ലെങ്കിൽ ഒരു പുസ്തകങ്ങൾ അന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും? വി കനോട്ട് നിയർലി സിറ്റ് ഡൗൺ ആൻഡ് ഇമാജിൻ എവറിത്തിങ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ചിന്തിച്ചെടുക്കാൻ കഴിയത്തില്ല. ദിസ് വുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ വി കുഡ് ഇമാജിൻ എനിത്തിങ് വി വാണ്ടഡ് ടു ആൻഡ് വുഡ് ദസ് മേക്ക് അപ്പ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫെയറി ടെയിൽസ്. അപ്പോൾ എന്താണ്, നീ ഒരുപാട് ഫെയറി ടെയിൽസ് ഒക്കെ വായിച്ചിട്ടുണ്ട് അല്ലേ, മാലാഖമാരുടെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അങ്ങനെ ചിന്തിച്ചെടുക്കുമ്പോൾ അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചെടുക്കേണ്ടി വരും. ഭൂമി ഉണ്ടായ കാലത്ത് മുതൽ എന്താണ് അന്നൊക്കെ ആ സമയത്തൊക്കെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചിന്തിച്ച് നോക്കാം. അതൊരു ഫെയറി ടെയിൽ പോലെ നിനക്ക് തോന്നിയേക്കാം, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചിന്തിക്കാം. ബട്ട് ദിസ് need not to be trust as it would not be based on any facts that we had seen. But although we have no books written in those far off days, fortunately we have some things which tell us the great deals as well almost as the book would. അപ്പം എന്താണ്, ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകാം എന്ന് എന്താണ് ഉറപ്പാണല്ലേ. അതിൽ നിന്നും ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ എന്താണ് നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിനക്ക് പറയാൻ പോകുന്നത്. വി ഹാവ് റോക്സ് ആൻഡ് മൗണ്ടൻസ് ആൻഡ് സീസ് ആൻഡ് സ്റ്റാർസ് ആൻഡ് റിവേഴ്സ് ആൻഡ് ഡെസേർട്സ് ആൻഡ് ഫോസിൽസ് ഓഫ് ഓൾഡ് ആനിമൽസ്. ദീസ് ആൻഡ് അതർ ലൈക്ക് തിങ്സ് ആർ അവർ ബുക്സ് ഫോർ ദി എർത്ത്സ് ഏർലി സ്റ്റോറി. അപ്പോൾ പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയെക്കുറിച്ചുള്ള പുരാതനപ്പെട്ട കാലങ്ങളോ അല്ലെങ്കിൽ പുരാതന കാലത്തുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് എന്തിനെയൊക്കെ കുറിച്ചായിരിക്കാം? റോക്സ് ആൻഡ് മൗണ്ടൻസ് അല്ലേ, പാറകളും പർവ്വതങ്ങളെക്കുറിച്ചും. പിന്നെന്താണ്, സീസ് ആൻഡ് സ്റ്റാർസ്, കടലുകളും നക്ഷത്രങ്ങളെക്കുറിച്ചും. ആൻഡ് റിവേഴ്സ് ആൻഡ് ഡെസേർട്സ് ആൻഡ് ഫോസിൽസ് ഓഫ് ഓൾഡ് ആനിമൽസ് അല്ലേ, നദികളെക്കുറിച്ചും. പിന്നെന്താണ്, ഡെസേർട്സ് എന്താണ്, മരുഭൂമികളല്ലേ, മരുഭൂമികളെക്കുറിച്ചും. പിന്നെന്താ, ഫോസിൽസ് ഓഫ് ഓൾഡ് ആനിമൽസ്, പഴയ അല്ലെങ്കിൽ ആനിമലുടെ പഴകിയ അല്ലെങ്കിൽ എന്താ ഫോസിൽ എന്ന് പറയുന്നത് എന്താണ്, അവയുടെ അവശിഷ്ടങ്ങളല്ലേ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് പുസ്തകത്തിലൂടെ പുരാതനമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ദീസ് ആൻഡ് അതർ ലൈക്ക് തിങ്സ് ആർ ബുക്സ് ഫോർ ദി ഇയേഴ്സ് ഏർലി സ്റ്റോറി. And the real way to understand these stories is not merely to read it about in other people's books, but go to the great book of nature itself. അപ്പോൾ എന്താണ്, എല്ലാ കാര്യങ്ങളും എന്താ ആൾക്കാർ എഴുതി വച്ചിട്ടുണ്ടല്ലേ. ഈ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, കഥാകാരങ്ങളും കവിത രചയിതാക്കളും പിന്നെന്താണ് എഴുത്തുകാരന്മാരെല്ലാം എന്താണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എഴുതി തന്നിട്ടുണ്ട്. You will, I hope, soon begin to learn how to read this story from the rocks and mountains. Imagine how fascinating it is. Every little one or stone that you see lying on the road or in the mountainside may be a little page in the nature's book and may it able to tell you something. If you only knew how to read. അല്ലേ, അപ്പം എന്താണ്, ചരിത്രകാരന്മാർ എഴുതിയ പുസ്തകങ്ങളിൽ എന്താണ് ഞാൻ മേലിൽ പറഞ്ഞ എന്താ പാറക്കഷ്ണങ്ങളെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചും ഒക്കെ എഴുതുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ വിചാരിക്കും
പർവ്വതങ്ങൾക്കും പാറകഷ്ണങ്ങൾക്കും കഥകൾ ഉണ്ടാകുമോ എന്ന് വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല. അവർക്കും എന്താണ് പറയാനായിട്ട് എന്തെങ്കിലും കഥകൾ ഉണ്ടാവും. നീ എന്ത് ചെയ്താൽ മതി? ഈ ഫാറ്റ് ബുക്സിൽ ഭൂമിയെക്കുറിച്ചുള്ള പുസ്തകം ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അതിലെ ഓരോ കണങ്ങൾക്കും അല്ലെങ്കിൽ എന്താണ് ഓരോ പാറ കഷ്ണങ്ങൾക്കും, നീ കാണുന്ന റോഡരികിൽ കാണുന്ന പാറ കഷ്ണങ്ങൾക്കും പിന്നെന്താണ് മൗണ്ടൻ സൈഡിലൊക്കെ കാണുന്ന പാറ കഷ്ണങ്ങൾക്കും എന്താണ് അവയുടെ അല്ലെങ്കിൽ അവരുടെ തന്നെ കഥകൾ പറയാനുണ്ടാകും. To be able to read any language, Hindi or Urdu or English, you have to learn its alphabets. So also you must learn the alphabets of nature before you can read her story in her books of stones and rocks. അപ്പോൾ നീ പഠിക്കുന്ന അല്ലെങ്കിൽ നീ മനസ്സിലാക്കുന്ന ഏതൊരു ലാംഗ്വേജിനും അതിൻ്റെ അറിവിലേക്ക് എത്തണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ആ ലാംഗ്വേജിൻ്റെ ആൽഫബറ്റ്സ്, അക്ഷരങ്ങൾ നീ ആദ്യം എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കി അതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് ആണ് നീ എന്താണ് ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ലാംഗ്വേജസ് നീ പഠിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ആൽഫബറ്റ്സിൽ തുടങ്ങി വലിയ വലിയ സെൻറ്റൻസിലേക്ക് എത്തുമ്പോൾ നിനക്ക് എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് പ്രകൃതിയെ മനസ്സിലാക്കണമെങ്കിൽ എന്താണ് അതിലെ ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങളെക്കുറിച്ചും അതിലെ മൺതരികളെക്കുറിച്ചും എല്ലാം നീ എന്ത് ചെയ്യണം? പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത് നോക്കാം. So also you must learn the alphabets of nature before can read the story of books and stones in rocks. Even now perhaps you know a little how to read it. അപ്പോൾ എന്താണ് അത് തന്നെ പറയുന്നത്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. ഒരു ചെറിയ പാറകഷ്ണത്തിന് പറയാനുള്ള കഥയാണ് ഞാൻ ഇനി നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നോക്കാം. If we see a little round shiny pebble, does it not tell you something? How did it get round and smooth and shiny without any corners of or rough edges? അപ്പോൾ നീ ഒരുപാട് പാറകഷ്ണങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പാറകഷ്ണം എന്താണ് വളരെ പെബിളായിട്ട് അല്ലെങ്കിൽ എന്താണ് ഉരുളൻ കല്ലുകളായിട്ട് കിടക്കുന്നത് നീ കണ്ടിട്ടുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഇവ ഇത്രയും എന്താണ് ഷൈനി ആയിട്ട് അല്ലെങ്കിൽ റൗണ്ട് ആയിട്ട് ഇരിക്കുന്നത് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ റഫ് എഡ്ജസ് എല്ലാം അല്ലെങ്കിൽ കൂർത്ത ഭാഗങ്ങളെല്ലാം എവിടെ പോയെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇഫ് യു ബ്രേക്ക് എ ബിഗ് റോക്ക് ഇൻ ടു എ സ്മോൾ ബിറ്റ്സ്, ഈച്ച് ബിറ്റ് ഈസ് റഫ് ആൻഡ് ഹാസ് കോർണേഴ്സ്. അപ്പോൾ അല്ലേ, നീ ഒരു വലിയ പാറക്കഷ്ണം എന്താണ് തറയിൽ എറിഞ്ഞുടക്കുകയാണ്. അപ്പോൾ അതിലെ കഷ്ണങ്ങളെല്ലാം നീ ഒന്ന് എടുത്തു നോക്കുക. അതിനെന്തുണ്ടാവും? അതിൻ്റെ ഉപരിതലമെല്ലാം എന്താണ് റഫും അതിന് നല്ല എഡ്ജസും ഉണ്ടാവും അല്ലെങ്കിൽ എന്താണ് കൂർത്ത ഭാഗങ്ങളും ഉണ്ടാകും. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ആൾ ലൈക്ക് ദ റൗണ്ട് സ്മൂത്ത് പെബിൾ അല്ലേ. അപ്പം അത് നീ കാണുന്ന ഈ ഉരുളൻ കല്ലുകളെ പോലെ ആയിരിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഈ കല്ലുകൾ അല്ലെങ്കിൽ ഈ ഉരുളൻ കല്ലുകൾ രൂപപ്പെട്ടതെന്ന് നീ ഓർത്തിട്ടുണ്ടോ? How then did the pebble become so round and smooth and shiny? It will tell you its story if you have good eyes to see and ears to hear. അപ്പം എന്താണ്? അപ്പോൾ അവരുടെ കഥകൾ കേൾക്കാനായിട്ടുള്ള ക്ഷമയും കാര്യവിവരവും നിനക്കുണ്ടെങ്കിൽ നിനക്കെന്താണ് അവയുടെ കഥ നിനക്ക് പറഞ്ഞു തരാം. It tells you that once upon a time, it may be long ago, it was a bit of rock just like the bit you may break from the big rock or stone with plenty of edges and corners. അങ്ങനെ എന്താണ് നെഹ്റു കഥ പറഞ്ഞു തുടങ്ങുകയാണ്. വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കൽ നീ ഇപ്പോൾ കാണുന്ന അല്ലെങ്കിൽ നീ എറിഞ്ഞുടയ്ക്കുന്ന കഷ്ണങ്ങളെ പോലെ അല്ലെങ്കിൽ നീ കാണുന്ന ഈ റഫ് എഡ്ജസോട് കൂടിയിട്ടുള്ള പാറകഷ്ണങ്ങളെ പോലെയായിരുന്നു ഈ പെബിള് അല്ലെങ്കിൽ ഈ ഉരുളൻ കല്ലുകൾ. അവയ്ക്ക് എന്തുണ്ടായിരുന്നു? കോർണേഴ്സ് ഉണ്ടായിരുന്നു, എഡ്ജസ് ഉണ്ടായിരുന്നു, റഫായിരുന്നു അതിൻ്റെ സർഫേസ് എല്ലാം. Probably it rested on some mountain side. Then came the rain and washed it down to the little valley where it found a mountain stream. അങ്ങനെ എന്താണ് ഞാൻ ഒരിക്കൽ, ഇനി കല്ലാണ് പറയുന്നത്, കല്ലിൻ്റെ കഥയാണ് പറയുന്നത് അല്ലേ. ഞാൻ ഒരിക്കൽ എന്താണ് ഒരു മൗണ്ടൻ സൈഡിൽ ഇങ്ങനെ വളരെയധികം ഒരുപാട് റഫ് എഡ്ജസ് ആയിട്ടുള്ള ഒരു കല്ലായിട്ട് കിടക്കുകയായിരുന്നു. ആ സമയത്താണ് വലിയ മഴ പെയ്തത് അല്ലേ. മഴ പെയ്ത് എന്താണ് ആ മഴവെള്ളം എന്നെ എന്ത് ചെയ്തു? ആ മൗണ്ടൻ സൈഡിൽ നിന്നും താഴെ കുന്നിൻ ചെരുവിലേക്ക് എത്തിച്ചു. ആ കുന്നിൻ ചെരുവിലാണ് എന്തുള്ളത്? ഒരു മൗണ്ടൻ സ്ട്രീം ഉള്ളത് അല്ലെങ്കിൽ എന്താണ് ഒരു അരുവി ഉള്ളത്. വിച്ച് പുഷ്ഡ് ഇറ്റ് ഓൺ ആൻഡ് ഓൺ
till it reached a little river. അപ്പോൾ ആ അരുവിയിൽ നിന്നും, ആ ചെറിയ അരുവിയിൽ നിന്നും ഞാൻ ഉരുണ്ട് താഴത്തെ എന്താണ് ഒരു ചെറിയൊരു നദിയിലേക്ക് എത്തി. ആൻഡ് ദ ലിറ്റിൽ റിവർ ടുക്ക് ഇൻ ടു ദി ബിഗ് റിവർ. ആ ചെറിയ നദി എന്നെയും വഹിച്ചുകൊണ്ട് വലിയ വലിയ നദികളിലേക്ക് കൊണ്ടുപോയി. ആൻഡ് ഓൾ ദ വൈൽ ഇറ്റ് റോൾഡ് ടു ദി ബോട്ടം ഓഫ് ദി റിവർ ആൻഡ് ഇറ്റ്സ് എഡ്ജസ് വെയർ വോൺ എവേ. അങ്ങനെ ഓരോ നദിയിലേക്ക് ഞാൻ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ചെല്ലുന്ന വഴിയിലെല്ലാം ഞാനിങ്ങനെ ഉരുണ്ട് വരുന്നതിനാൽ എൻ്റെ റഫ് എഡ്ജസ് എല്ലാം അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്ന ഈ അരികുകളെല്ലാം അല്ലെങ്കിൽ വശങ്ങളെല്ലാം എന്താണ്, അത് ഉരസലിൻ്റെ ഭാഗമായിട്ട് അവയെല്ലാം പോവുകയാണ് ചെയ്തത്. Thus the rough surface was made smooth and shiny, so it became the pebble that you see. അങ്ങനെ എന്താണ് ഉരസലിൻ്റെ ഭാഗമായിട്ട് ഈ റിവർ സൈഡിൽ അല്ലെങ്കിൽ എന്താണ് ഈ നദിയുടെ അടിത്തട്ടിലെ ഉരസലിൻ്റെ ഭാഗമായിട്ട് അവ എന്താണ് നീ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള പെബിൾസ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. Somehow the river left it behind and you found it. If the river had carried it on, it would have become a smaller and smaller till at last it became a grain of sand and joined to the brothers at the seaside to make a beautiful beach. അങ്ങനെ എന്താണ് അവിടെ നിന്നും വീണ്ടും അത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പെബിൾ ആ ഒരു നദിയിലൂടെ വീണ്ടും പോവുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ റഫ് എഡ്ജസ് എല്ലാം വീണ്ടും അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എല്ലാം കുറഞ്ഞ് ഏറ്റവും അവസാനം നമ്മൾ ബീച്ച് സൈഡിൽ കാണുന്ന അല്ലെങ്കിൽ സീ സൈഡിൽ കാണുന്ന മണലായിട്ട് മാറും അല്ലേ. വേർ ലിറ്റിൽ ചിൽഡ്രൻ ക്യാൻ പ്ലേ ആൻഡ് മേക്ക് കാസിൽ ഔട്ട് ഓഫ് ദി സാൻഡ്. അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് കാണാൻ കഴിയും ആ ബീച്ച് സൈഡിൽ എന്താണ് ആ മണൽത്തരികൾ കൊണ്ട് കൊച്ചുകുട്ടികൾ എന്താണ് ഗോപുരങ്ങൾ പണിയുന്നത്, പിന്നെന്താണ് ഒരുപാട് വർക്കുകളൊക്കെ നടത്തുന്നത്. ഇഫ് എ ലിറ്റിൽ പെബിൾ ക്യാൻ ടെൽ യു സോ മച്ച്, ഹൗ മച്ച് മോർ കുഡ് വി ലേൺ from all the rocks and mountains and these many other things we see around us അല്ലേ. അപ്പോൾ ഇത്ര അല്ലെങ്കിൽ ഈ ഒരു ചെറിയ പെബിളിന് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ പാറക്കഷ്ണത്തിന് അല്ലെങ്കിൽ എന്താ ഉരുളൻ കല്ലിന് ഇത്രയധികം കഥ പറയാനുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയിലെ ബാക്കിയുള്ള ജീവജാലങ്ങൾക്കും നമ്മൾ കാണുന്ന മൗണ്ടൻസിനും വരെ എന്തെല്ലാം കഥകൾ അല്ലെങ്കിൽ എത്രത്തോളം കഥകൾ പറയാനുണ്ടാകും എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ ഫുൾ സ്റ്റോപ്പാണ്, തീരുകയാണ്. ഇപ്പോൾ വളരെ കുറച്ച് ഭാഗം മാത്രമേ ഇതിനകത്തുള്ളൂ. ഇതിൻ്റെ പുറകെ വേറെയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് വലിയ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഇത്രയാണ് ബുക്ക് ഓഫ് നേച്ചർ അല്ലെങ്കിൽ പ്രകൃതിയുടെ പുസ്തകം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് വായിക്കണം. കുറച്ച് പാടുള്ള വാക്കുകളൊക്കെ ഉണ്ട്. വാക്കുകളെല്ലാം വേറൊരു പുസ്തകത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതിയതിന് ശേഷം സംശയമുള്ളത് ടീച്ചറിനോട് ചോദിക്കുക.